ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ റെഗുലർ ഓഫീസിൽ നിന്നല്ല. നമ്മളിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ബാലി ഐലൻഡിലാണ്. നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ പോക്കോൻ്റെ ഏറ്റവും പുതിയ F8 സീരീസിൻ്റെ ലോഞ്ച് ഗ്ലോബൽ ഡെബ്യൂ ബാലിയിൽ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഡിവൈസസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് പോക്കോ F8 അൾട്ര, പിന്നെ പോക്കോ F8 പ്രോ, അതേപോലെ തന്നെ ടാബ്ലറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതെല്ലാം വിശദമായി പറയാം. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതും പോക്കോൻ്റെ F8 അൾട്ര എന്ന് പറഞ്ഞ ഡിവൈസ്. നമുക്കിവിടെ ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം, എന്നിട്ട് ഈ ഒരു ഡിവൈസസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് പോക്കോൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഈ ഡിവൈസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ എന്നായിരിക്കും. എന്നാൽ വരുന്നില്ല എന്ന് വേണ്ട പറയാം. കാരണം ഇത് ഒരു ഗ്ലോബൽ ഡെബ്യൂ ആണെങ്കിലും ഇന്ത്യയിലേക്ക് ഈ മോഡലല്ല വരുന്നത്. ഇന്ത്യയിലേക്ക് നമ്മൾ എല്ലാ വർഷത്തെ പോലെ റെഗുലർ F8 മോഡലായിരിക്കും വരിക. അതിപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് F8 അൾട്രയും F8 പ്രോ മാത്രമാണ്. ഇത് യൂറോപ്യൻ മാർക്കറ്റും അതായത് ബാക്കിയുള്ള ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് വേണ്ടിയുള്ളതാണ്. കാരണം ഒബ്വിയസ്ലി ഇത് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയതുകൊണ്ട് പ്രൈസും അതേപോലെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അവർ F8 സീരീസ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസോ സ്പെസിഫിക്കേഷനോ ആസ് ഓഫ് നൗ നമുക്കില്ല. ഇത് F8 അൾട്രയാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ വരുന്നില്ലെങ്കിൽ ചോദിച്ചാൽ പോക്കോ അവരുടെ കേപ്പബിലിറ്റീസ് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നുള്ളത് ഷോ കേസ് ചെയ്യാനും കൂടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ബെസ്റ്റ് പെർഫോമൻസും ബാക്കി ക്യാമറ ആസ്പെക്ട്സും എന്തോരം പോക്കോ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോക്കോ പോയിട്ടുണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ്. നമ്മൾ പോക്കോൻ്റെ ടീമിനോട് ചോദിക്കേണ്ടായി. പോക്കോന് ജനറലി നമ്മൾ അറിയാവുന്ന കാര്യം പെർഫോമൻസ് ആണ്. അപ്പോൾ ക്യാമറയ്ക്ക് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് പോക്കോ കൊടുക്കാറില്ല. ജനറലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്നാൽ ഇപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ പോക്കോ ക്യാമറയും ട്യൂൺ ചെയ്ത് തുടങ്ങി. കാരണം ഷവമീൻ്റെ ഇൻഹൗസ് ടീമായിട്ട് അവർ വളരെയധികം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ക്യാമറാസൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇറക്കിയ ഒരു ഡിവൈസാണ് പോക്കോ F8 അൾട്ര. അപ്പോൾ ഇതിൻ്റെ ക്യാമറാസൊക്കെ ടെസ്റ്റ് ചെയ്യാനും കൂടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ ഡെബ്യൂ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സും എല്ലാം തന്നെ ഷോക്കേസ് ചെയ്യാൻ നമുക്ക് വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി അവസരം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റ് വഴി. അപ്പോൾ നമുക്ക് പോക്കോ F8 അൾട്ര ഒന്ന് വളരെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. ഇതൊരു ഗ്ലോബൽ യൂണിറ്റാണ്, ഇന്ത്യൻ വേരിയൻ്റ് അല്ല. അപ്പോൾ പോക്കോ F8 അൾട്ര എന്ന് എഴുതി കാണാം. അതേപോലെ തന്നെ പോക്കോ എന്നുള്ളൊരു ബ്രാൻഡിങ്ങും കാണാം. പിന്നെ പവർഡ് ബൈ HyperOS എന്ന് എഴുതി കാണാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് വേറൊരു ബോക്സാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനകത്തൊരു ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ്, USB Type A to Type C. പിന്നെ കുറച്ച് എനർജി റേറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. പിന്നെ എനർജി റേറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വീണ്ടും ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറൻറ്റി ഇൻഫർമേഷൻ 2 ഇതുണ്ട്. അതുകൂടാതെ നമുക്കൊരു കേസാണ് വരുന്നത്. ഒരു നല്ല TPU കേസാണ്. ഇതുണ്ടല്ലേ, അത്യാവശ്യം നല്ല ഒരു TPU കേസാണ്. നമ്മുടെ ഷവമീൻ്റെ ഡിവൈസസിലും റെഡ്മീൻ്റെ ഡിവൈസിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ലൊരു മാറ്റ് ഫിനിഷ് TPU കേസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിനകത്തൊരു സർപ്രൈസ് എലമെൻ്റ് എന്താ വെച്ചാൽ ചാർജർ ഇല്ല എന്നുള്ളതാണ്. എഗെയിൻ യൂറോപ്യൻ മാർക്കറ്റിലെ ഒരുപാട് ഫോൺസ് ചാർജർ സ്കിപ്പ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിനകത്തും ചാർജറില്ല, ഇനി കേബിൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ F8 അൾട്ര. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ബോസ് ട്യൂൺഡ് സ്പീക്കറാണ്. ഇതൊരു വൂഫറാണ്. 2.1 സിസ്റ്റമാണ് ഇതിനകത്ത്. നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ട് താഴെയും മേളിലുണ്ട്. അത് കൂടാണ്ട് ഒരു വൂഫറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പേര് നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞു എനിക്ക് എപ്പോഴും ബ്ലാക്ക് കളറേ കിട്ടാറുള്ളൂ അൺബോക്സ് ചെയ്യുമ്പോൾ. ഇത്തവണയും ബ്ലാക്ക് കളർ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. 2 കളേഴ്സിലാണ് പുറത്ത് അവൈലബിൾ ആവുന്നത്. ഒന്ന് ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള കളറ്, രണ്ടാമത്തെ ഡെനിം ബ്ലൂ എന്ന് പറഞ്ഞ കളർ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഡെനിം ബ്ലൂ കളർ. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ ജീൻസിൻ്റെ ഒക്കെ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും. വളരെ ക്രോസ് ടൈറ്റ് സ്റ്റിച്ചിങ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഡ്യൂറബിൾ ആണ്. ഒരു വീഗൻ ലെതർ ഫിനിഷൊക്കെ വരുന്ന മാതിരത്തെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിം കംപ്ലീറ്റ് ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ ഈ ഫ്രെയിം അലുമിനിയം ആണ് കേട്ടോ. ഈ ഫ്രെയിം അലുമിനിയാണ്. ഇവിടെ നമുക്ക് പോക്കോൻ്റെ റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ് പ്രൊട്ടക്ഷനാണ്. അതേപോലെ തന്നെ ബാക്കിലും ഒരു ഗ്ലാസ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറാണ്. എന്നാൽ ഡെനിം ബ്ലൂ വേർഷനിൽ അതൊരു വീഗൻ ലെതർ ഫിനിഷാണ്. പിന്നെ ഈ ഒരു ക്യാമറ ഡെക്കോറൊക്കെ തന്നെ അലുമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. IP68 റേറ്റിങ്ങും ഇൻക്ലൂഡറാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണാം അതിലെ ക്യാമറ സെറ്റപ്പ്, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. അതിനൊപ്പം തന്നെ നമുക്ക് ബോസിൻ്റെ സ്പീക്കർ യൂണിറ്റും കാണാം. പിന്നെ LED ഫ്ലാഷ് കാണാം. താഴേക്ക് പോക്കോൻ്റെ ബ്രാൻഡിങ്ങും കാണാം.
പിന്നെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം പീസ് റെഗുലർ എല്ലാത്തിനും കിട്ടുന്ന പോലെ മുകളിൽ ഒരു സ്പീക്കർ യൂണിറ്റും താഴെയും ഒരു സ്പീക്കർ യൂണിറ്റ്, അതേപോലെ USB Type-C പോർട്ടും നമുക്ക് സിം ട്രേയാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ആൻറ്റിന ലൈൻസ് കാണാൻ സാധിക്കും, കാരണം മെറ്റൽ ബോഡിയാണ് കംപ്ലീറ്റ്. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ്. അറൗണ്ട് 8.1 mm ആണ് തിക്നെസ് വരുന്നത്, അറൗണ്ട് 220 grams എന്തോ ആണ്. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോക്കോ S9 പോലെ വൈഡ് അല്ല, കുറച്ചും കൂടെ നല്ല ഒരു കോമ്പാക്ട് ഡിവൈസ് എന്നുള്ളതായിരിക്കും. ഇതാണെങ്കിൽ 6.9 inches ഉണ്ട് കേട്ടോ. കോമ്പാക്ട് ഞാൻ പറയുന്നില്ല, കാരണം നാളെ എല്ലാവരും പറയുന്നു 6.9 ആണോ കോമ്പാക്ട് എന്ന് വെച്ചാൽ കോമ്പാക്റ്റ് അല്ല. എന്നാലും ഇൻഹാൻഡ് യൂസ് കുഴപ്പമില്ല, കാരണം എഡ്ജസ് എല്ലാം തന്നെ കേർവ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. അപ്പോൾ കയ്യിൽ നല്ലവണ്ണം ഒതുങ്ങുന്ന ഒരു ഡിവൈസാണ്. 8.1 mm തിക്നെസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ ഒരു 32 MP സെൽഫി ക്യാമറയും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡിസൈൻ എലമെൻറ്റ്. പിന്നെ 1.5 mm ആണ് ഇതിൻ്റെ ബെസൽസ് വരുന്നത് 3 സൈഡിൽ. താഴെ 1.6 ആണ്. കംപ്ലീറ്റ്ലി യൂണിഫോം ബെസൽസ് അല്ല, താഴെ 1.6 ആണ് വരുന്നത്. മുകളിലും 2 സൈഡിലും 1.5 mm ആണ് ബെസൽസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് 68 ബില്യൺ കളേഴ്സാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, ഡോൾബി വിഷൻ, HDR എല്ലാം സപ്പോർട്ടഡ് ആണ്, 3500 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അഗെയിൻ 1200 × 2608 പിക്സൽസ് ആണ്, 416 പിക്സൽസ് പെർ ഇഞ്ച് ആണ് ഈ ഡിസ്പ്ലേ വരുന്നത്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് ഗ്ലാസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞു, നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, നല്ല ബ്രൈറ്റ്നസ് ലെവൽസ്, നല്ല ടച്ച് റെസ്പോൺസ് ആണ്, അതേപോലെ ഗ്ലാസിന് പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ഡോൾബി വിഷൻ സപ്പോർട്ടും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേയിൽ ഒരു കോംപ്രമൈസും ഇല്ല. യൂണിഫോം ബെസൽസ് അല്ല എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നു. ഇപ്പം അഗെയിൻ ഇതൊരു പോക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൈസിംഗ് ഒന്നും ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം അത്രയ്ക്ക് വലിയ പ്രൈസിംഗ് ഇല്ല. അപ്പോൾ ഇത് ചെറിയ മൈനർ കോംപ്രമൈസസ് ഒന്നും കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 3 സൈഡ് 1.5, താഴെ മാത്രമേ 1.6 ഉള്ളൂ. അപ്പോൾ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. ഓവറോൾ ഇതുണ്ടല്ലോ ബെസൽസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ തോന്നുന്നില്ല. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ HyperOS 3.0 ആണ് വരുന്നത്. എഗെയിൻ Android 16 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ HyperOS 3.0 നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല സ്മൂത്താണ്. ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ഹാപ്റ്റിക് മോട്ടറാണ്. അത് പൊതുവെ എല്ലാ ഷോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ നല്ല ഹാപ്റ്റിക്സ് ആണ്. എഗെയിൻ ഇവിടെയും നമുക്ക് ഇത് ഗ്ലോബൽ ROM ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ചൈനീസ് അല്ല, കാരണം ഇത് ഗ്ലോബൽ വേരിയൻ്റ് ആണ്. അപ്പോൾ എഗെയിൻ നല്ല ഒരു എക്സ്പീരിയൻസ്. നമ്മൾ റെഗുലർലി HyperOS കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട്. കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഷോമീൻ്റെ AI ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി AI എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൈനാമിക് വാൾപേപ്പേഴ്സ്, ക്രിയേറ്റിവിറ്റി അസിസ്റ്റൻറ്റ്, AI സ്പീച്ച് റെക്കഗ്നിഷൻ, ട്രാൻസ്ലേഷൻ, ഇൻ്റർപ്രറ്റർ, സബ് ടൈറ്റിൽസ്, സെർച്ച്, അങ്ങനെ എല്ലാ AI ടൂൾസും ഇതിനകത്തുണ്ട്. അതേപോലെ ഇമേജ് എഡിറ്റിങ്ങിനും AI ടൂൾസും ഒക്കെ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഷോമിയിൽ ഫോണിൽ കാണുന്ന മാതിരി വരുന്നുണ്ട്. ഇത് അഗെയിൻ അപ്ഡേറ്റ് സൈക്കിൾ എനിക്ക് അറിയില്ല, അതിന് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്യുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അഗെയിൻ ഇത് ഇന്ത്യയിലേക്ക് വരാത്തതുകൊണ്ട് അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഷോമീൻ്റെ തന്നെ അടുത്ത് നമുക്ക് പെർഫോമൻസിന് കാര്യം പറയാം. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 നമുക്ക് ഈ പ്രോസസ്സർ എല്ലായിടത്തും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഫോൺസ് ഇറങ്ങിയിട്ടുണ്ട്. അത് വെച്ചാൽ അതേപോലെ UFS 4.1 LPDDR5X റാമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയ വേരിയൻറ്റ് ഏതാണെന്ന് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. കാരണം പെർഫോമൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. കാരണം ഇത് 16 GB വേരിയൻറ്റ് 512 GB സ്റ്റോറേജുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിരിക്കും 16 GB റാം. ആൻഡ്രോയിഡ് 16 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എഗെയിൻ എല്ലാ പോക്കോ ഡിവൈസും പോലെ HyperOSഉം സ്നാപ്ഡ്രാഗൺ 8 Eliteഉം അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റമും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ തന്നെ ആ ഒരു ഏരിയ കുറേയും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എഗെയിൻ ഹീറ്റ് ജനറേഷനും അധികം ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഡ്യുവൽ ചിപ്പ് ഉണ്ട്. ആ ഡ്യുവൽ ചിപ്പും കൂടെ ചേർത്തിട്ടാണ് ഗെയിമിങ്ങിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗെയിമിങ്ങിൻ്റെ അവർ തന്നെ ഗെയിമിംഗ് എഞ്ചിനൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ പോക്കോ ഡിവൈസിൽ വരുന്ന എല്ലാ ഗെയിമിംഗ് എഞ്ചിനും ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു അഡീഷണൽ ഗെയിമിംഗ് ചിപ്പും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമേഴ്സിന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പെർഫോമൻസ്. ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലോട്ട് വരാം. ക്യാമറ നമുക്ക് പറയേണ്ടത് ഇതിനകത്ത് 50 MP ട്രിപ്പിൾ ക്യാമറയാണ്. എന്താ പറയുക, ലൈറ്റ് 900 സീരീസിലെ സെൻസറാണ്. അത് ഷോമി 17 Proയിൽ വരുന്ന അതേ ക്യാമറ പ്രൈമറി തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ലൈക്ക ട്യൂണിംഗ് ഒന്നുമില്ല. പിന്നെ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 5x ഓപ്റ്റിക്കൽ സൂം വരുന്നതിന്
പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് പോക്കോയിൽ 5x ഒപ്റ്റിക്കൽ സൂം വരുന്നത്. പിന്നെ ഒരു 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, അങ്ങനെ ട്രിപ്പിൾ 50 മെഗാ പിക്സലും ഒരു 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8K റെക്കോർഡിംഗ് വരുന്നുണ്ട്, 4K 60 FPS സപ്പോർട്ട് ഉണ്ട്, ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിനകത്തൊരു കോംപ്രമൈസ് ഇല്ല. ഇനി ക്യാമറ സാമ്പിൾസ്, അപ്പോൾ പോക്കോൻ്റെ ക്യാമറ സാമ്പിൾസ് എത്രത്തോളം നല്ലതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസ് സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ഒരു ക്യാമറ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ കാണാം. എല്ലാം തന്നെ ബാലിയിൽ നിന്ന് എടുത്ത ഷോർട്സ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ റെക്കോർഡിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എക്സ്പീരിയൻസ്, അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് ഒരു വൂഫറാണ് വരുന്നത്. ഈ വൂഫർ ബോസ് ട്യൂൺഡാണ്. നമുക്കറിയാലോ ബോസ് എന്ന് പറഞ്ഞാൽ സൗണ്ടിന് ഒരു അടിപൊളി കമ്പനിയാണ്. അപ്പോൾ അത് ആയിട്ട് ട്യൂണിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു ലൈക്ക കൊണ്ടുവന്ന പോലെ തന്നെ ബോസ് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പാണ്. ഇവിടെ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സിൻ്റെ അത് കൂടാണ്ട് തന്നെ അപ്പോൾ 2.1 ആണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. ഇത് വൂഫറാണ്. അപ്പോൾ നമുക്ക് സൗണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സൗണ്ട് എക്സ്പീരിയൻസ് പോക്കോ F8 അൾട്രേൻ്റെ അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ 6500 mAh ബാറ്ററിയാണ്. കഴിഞ്ഞ വർഷത്തെ പോക്കോ F7 അൾട്രേനേക്കാളും ഇംപ്രൂവ്ഡ് കപ്പാസിറ്റിയാണ്. ഇത് സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 100 വാട്ട് ചാർജിങ്ങും അതേപോലെ തന്നെ 50 വാട്ട് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. 22.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ചാർജിങ് ആസ്പെക്ട്സും ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയും 6500 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പോക്കോ F8 അൾട്ര. എഗെയിൻ ഇത് ഇന്ത്യയിലേക്ക് വരുന്ന ഡിവൈസ് അല്ല, എന്നാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഡിവൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും ഡിസ്പ്ലേ ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഇവൻ ക്യാമറാസും വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പോക്കോ പറയേണ്ടായി ക്യാമറാസിലോട്ട് ഒരുപാട് ഫോക്കസ് ഈ 2026 വരും. അപ്പോൾ ഇന്ത്യയിലും ആ ഒരു റിസൾട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി വെയിറ്റ് ആൻഡ് വാച്ചാണ്. കാരണം അടുത്ത വർഷം വരുന്ന പോക്കോ ഡിവൈസിൽ എത്രത്തോളം ക്യാമറ ഇമ്പ്രൂവ് ആവുന്നുണ്ട് നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. കാരണം അവരെന്നെ പറഞ്ഞു പെർഫോമൻസ് മാത്രം കൊണ്ട് നമുക്കൊരു ഡിവൈസ് ഒബ്വിയസ്ലി സർവൈവ് ചെയ്യാൻ പറ്റില്ല. ക്യാമറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസും ഇമ്പ്രൂവ് ആക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പോക്കോ F8 അൾട്ര. ഈ ഡിവൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായം. ഞങ്ങൾ പറയേണ്ടായി. എന്നാൽ പോക്കോ പറയുന്നത് പ്രോബ്ലി ഒരു അടുത്ത വർഷം മുതൽ ചിലപ്പോൾ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിൽ ഈ വർഷം പോക്കോ F8 അൾട്രയും പോക്കോ F8 പ്രോയും വരുന്നില്ല, അത് കൺഫേം ആണ്. എന്നാൽ ഈ ഒരു ഡിവൈസ് വരണം എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. അതായത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ്, ഇപ്പോൾ ഈ ഒരു ഡിവൈസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇത് അറൗണ്ട് 50,000-60,000 ആ റേഞ്ചിലാവും ഒബ്വിയസ്ലി വരിക. ആ ഒരു റേഞ്ചിൽ നിങ്ങളൊരു പോക്കോ ഡിവൈസ് മേടിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാരണം ഇത് ഏതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ്, ഇവൻ ഐക്കോ ആണെങ്കിലും OnePlus ആണെങ്കിലും റിയൽമി ആണെങ്കിലും അതേ കാറ്റഗറിയിൽ കാണേണ്ട ഒരു ഡിവൈസാണ് പോക്കോ F8 അൾട്രയും. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു പോക്കോ F8 അൾട്രേൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഹാൻഡ്സ് ഓൺ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.